ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ B.Ed ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറിലെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ 5th യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേരാണ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇത് നമ്മുടെ 5th ചാപ്റ്റർ ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഓഫ് ദ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഈ എന്തൊക്കെയാണ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്, ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കൺസെപ്റ്റിൽ നിന്നുമാണ്, ദാറ്റ് ഈസ് ബൈലിംഗ്വലിസം. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് മോണോലിംഗ്വലിസം, എന്താണ് ബൈലിംഗ്വലിസം, എന്താണ് മൾട്ടിലിംഗ്വലിസം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താണ് ഈ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അല്ല ആണോ? യെസ്, കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബൈലിംഗ്വലിസം എന്നാണ് പറയാ. അപ്പൊ ഇൻ കേസ് ഒരു ലാംഗ്വേജ് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരാണ് മോണോലിംഗ്വലിസം. രണ്ടിൽ കൂടുതൽ ഭാഷകൾ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്താണ് ബൈലിംഗ്വലിസം എന്നുള്ളത് നോക്കാം. ഇറ്റ് ഇസ് എബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ് ഫ്ലുവന്റ്ലി. വളരെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് 2 ലാംഗ്വേജസ് സംസാരിക്കാൻ കഴിയും. Okay, bilingualism refers to the mastery of 2 languages at native light level. നേറ്റീവ് ലൈറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മദർ ടങ്ക് എത്രത്തോളം ഫ്ലുവന്റ് ആയിട്ടാണോ സംസാരിക്കുന്നത്, എത്രത്തോളം ഫ്രീ ആയിട്ടാണോ സംസാരിക്കുന്നത്, അതേ ലെവലിൽ നമുക്ക് എന്താണ് നമ്മൾ ആ ഒരു മാസ്റ്ററി നേടിയിട്ടുള്ള അടുത്ത ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇനി ബൈലിംഗ്വലിസം മേ ഒക്കർ ആസ് ഫോളോസ്. 4 തരത്തിലാണ് ബൈലിംഗ്വലിസം ഒക്കർ ചെയ്യുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം, നെക്സ്റ്റ് വൺ ഈസ് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം, തേർഡ് വൺ ഈസ് ബാലൻസ്ഡ് ബൈലിംഗ്വലിസം ആൻഡ് ഫൈനലി സെമി ബൈലിംഗ്വലിസം. സോ എന്തൊക്കെയാണ് ഈ 4 ടൈപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം, എക്സ്പോഷർ ടു 2 ലാംഗ്വേജസ് ഫ്രം ബർത്ത്. അതായത് ജനനം മുതൽക്കേ 2 ലാംഗ്വേജിനോട് വളരെ നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടുന്ന ആളുകൾ അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടി ജനിക്കുകയാണ്, അച്ഛൻ എന്താണ് മലയാളിയാണ്, അമ്മ തമിഴാണെന്നുണ്ടെങ്കിൽ ജനിച്ച മുതലേ ആ കുട്ടി ഈ 2 ലാംഗ്വേജും നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. അമ്മ അമ്മ വീട്ടുകാരോട് സംസാരിക്കുന്ന തമിഴിലായിരിക്കും, അച്ഛൻ അച്ഛന്റെ വീട്ടുകാരോട് സംസാരിക്കുന്ന മലയാളത്തിലായിരിക്കും. അപ്പൊ ഒരേപോലെ തന്നെ കുട്ടിക്ക് 2 ലാംഗ്വേജും ബൈ ബർത്ത് തൊട്ട് തന്നെ ആക്സസിബിൾ ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം, exposure to a second language after learning the mother tongue or first language. ഒരു കുട്ടി ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ്ക് വളരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സ്പോഷർ മദർ ടങ്കിൽ കിട്ടിയതിന് ശേഷം എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു എഫേർട്ട് ഇടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ബാലൻസ്ഡ് ബൈലിംഗ്വലിസം. This occurs when an individual uses 2 languages with more or less equal ability. ഇവിടെ ഒരു വ്യക്തി 2 ലാംഗ്വേജും ഒന്നിന് കൂടുതൽ പ്രിഫറൻസോ അല്ലെങ്കിൽ മറ്റതിന് കുറവ് പ്രിഫറൻസോ എന്നൊന്നുമില്ല, 2 ലാംഗ്വേജും ഒരേപോലെ ഒരേ ഇമ്പോർട്ടൻസിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈക്വൽ എബിലിറ്റിയിൽ 2 ലാംഗ്വേജും യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ബാലൻസ്ഡ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. 2 ലാംഗ്വേജും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയും. Next, finally, semi-bilingualism. Mastery of one language is significantly higher than another. ഏതെങ്കിലും ഒരു ലാംഗ്വേജിലുള്ള നമ്മുടെ മാസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ കഴിവ് മറ്റേ ലാംഗ്വേജിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതിനെയാണ് സെമി ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. സോ ബൈലിംഗ്വലിസം എഗെയിൻ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 രീതിയിൽ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ. 2 തരത്തിൽ അല്ലെങ്കിൽ 2 ഭാഷകൾ വളരെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ഇംപ്രൂവ് ദ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. അതായത് ഒന്നിൽ കൂടുതൽ ഭാഷ സംസാരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അല്ലെ. അത് നമ്മുടെ ഓവറോൾ ബ്രെയിൻ ഫങ്ഷൻസിനെ ഒന്നുകൂടെ എന്താണ് ഇംപ്രൂവ് ചെയ്യും.
നെക്സ്റ്റ് സ്വിച്ചിങ് അറ്റൻഷൻ ആൻഡ് വർക്കിംഗ് മെമ്മറി. നമുക്ക് ഇപ്പൊ ഒരേ സ്ഥലത്ത് നമുക്ക് രണ്ട് ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസ് ആവുമ്പോൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന രണ്ട് ഫ്രണ്ട്സ് രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ് നമ്മൾ വിചാരിക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് എന്താണ് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കും, നമുക്കത് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. ആ സ്വിച്ചിങ് അറ്റൻഷൻ, ഒന്നിൽ നിന്നും മറ്റിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അറ്റൻഷൻ കൊടുക്കാൻ നമുക്ക് വളരെയധികം സാധിക്കും. നമ്മുടെ മെമ്മറിയും എന്താണ് അത് നന്നായിട്ട് അത് വർക്ക് ചെയ്യാൻ സാധിക്കും. അത് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഗുഡ് മൾട്ടി ടാസ്കിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നല്ല മൾട്ടി ടാസ്കർ ആയിരിക്കും അല്ലെ. ബൈലിംഗ്വലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയും. ഡിസിഷൻ മേക്ക് ചെയ്യാനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ അവർക്ക് കൂടുതൽ സാധിക്കും. നെക്സ്റ്റ്, ഹാവ് മോർ ഓപ്ഷൻസ് ഫോർ ഫർദർ എഡ്യൂക്കേഷൻ. കൂടുതലായിട്ട് ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഒബ്വിയസ്ലി ഫർദർ എഡ്യൂക്കേഷനിൽ അവർക്ക് മോർ സ്കോപ്പ് ഉണ്ടായിരിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരെ മുന്നിൽ തുറന്നു വരും. നെക്സ്റ്റ്, ഓപ്പൺ ഡോർസ് ടു എക്സ്ട്രാ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. വി ഓൾറെഡി ഡിസ്കസ്ഡ്. മോർ അഡാപ്റ്റബിൾ ടു അനദർ കൾച്ചേഴ്സ് ഓർ അനദർ വേ ഓഫ് ലൈഫ്. ശരിയാണ് അല്ലെ. നമ്മൾ ഒന്നിൽ കൂടുതൽ ഭാഷ വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ ആ ഭാഷ ഡീൽ ചെയ്യുന്ന ആളുകളുടെ കൾച്ചർ ആയിക്കോട്ടെ അവരുടെ രീതികൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ രീതികൾ, ഇതെല്ലാം നമുക്ക് കൂടുതൽ അഡാപ്റ്റബിൾ ആണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി എല്ലാ കോയിനും രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ ബൈലിംഗ്വൽ എഡ്യൂക്കേഷന് അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. First one, all students may not be able to develop L2 proficiency. L2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സെക്കൻഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നേടാൻ സാധിച്ചോളണം എന്നില്ല അല്ലെ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും, ചില കുട്ടികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവർക്കും ഒരുപോലെ ഈ ബൈലിംഗ്വലിസം അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, പോസിബിൾ നെഗറ്റീവ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇവിടെ നെഗറ്റീവ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ചില കുട്ടികൾ ഡിഫിക്കൽട്ടി നേരിടുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ രണ്ട് ലാംഗ്വേജ് ഒരുപോലെ ഡീൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റിമെമ്പർ ചെയ്യേണ്ടി വരും. അങ്ങനെ റിമെമ്പർ ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. പ്രോബ്ലം സോൾവിങ്ങിന് വളരെ സ്ലോ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അറ്റൻഷൻ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് വളരെ പുവർ ആയിട്ടുള്ള, സ്ലോ ലേണർ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും. സോ അത്തരം കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് കുറച്ച് ചലഞ്ചിങ് ആണ് അത്. ഓക്കെ, നെക്സ്റ്റ്, difficulties in linguistic expression due to phonetic, semantic, lexical and synaptical interference from the L1 and L2. ഇവിടെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും രണ്ടും കൂടെ ഒരുമിച്ച് ഡീൽ ചെയ്യുമ്പോൾ അവർ ഒരുപാട് തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഫൊണറ്റിക്സ് ആണ് അല്ലെ. നമ്മൾ എന്തായാലും ഡിഫറെന്റ് ലാംഗ്വേജ് ആകുമ്പോൾ ഫൊണറ്റിക്സിൽ അതിന്റെ സൗണ്ട് ആയിക്കോട്ടെ, പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അടുത്തത് സെമാൻറ്റിക് ആണ്. സെമാൻറ്റിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഫസ്റ്റ് ലാംഗ്വേജിൽ നമ്മളൊരു വേർഡ് പറയുമ്പോൾ അതിന്റെ അതേ മീനിങ് ആയിരിക്കില്ല സെക്കൻഡ് ലാംഗ്വേജിൽ ആ ഒരു വേർഡിന്റെ മീനിങ് അല്ലെ. അപ്പൊ മീനിങ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയും എനിക്ക് 20 വയസ്സുണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് നമ്മൾ വളരെ ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാ പറയാ? എനിക്ക് ഐ ഹാവ് 20 ഇയേഴ്സ്. അത് കറക്റ്റ് ആണോ? അല്ല. നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മീനിങ്ങിൽ വ്യത്യാസം വരും. കറക്റ്റ് നമ്മൾ എങ്ങനെയാ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഐ ആം 20 ഇയേഴ്സ് ഓൾഡ്. അപ്പൊ നമ്മൾ മലയാളത്തിലുള്ള ആ ഒരു മീനിങ്ങിനെ ഡയറക്റ്റ്ലി നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. അതിനെയാണ് സെമാൻറ്റിക് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ലെക്സിക്കൽ ഇന്റർഫറൻസ്. ലെക്സിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റോങ് വേർഡ് യൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു റോങ് വേർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് സെക്കൻഡ് ലാംഗ്വേജിലോട്ട് വരിക. ഇതിനൊക്കെയാണ് ലെക്സിക്കൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗിവ് മി ദാറ്റ് ബോട്ടിൽ ഫോർ റൈറ്റിംഗ്. കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞത്? ഗിവ് മി ദാറ്റ് ബോട്ടിൽ എന്നല്ല പറയേണ്ടിയിരുന്നത്, ഗിവ് മി ദാറ്റ് പെൻ ഫോർ റൈറ്റിംഗ് എന്നാ പറയേണ്ടിയിരുന്നത്. സോ ഞാനൊരു റോങ് വേർഡാണ് അവിടെ യൂസ് ചെയ്തത് അല്ലെ. അതിനെയാണ് ലെക്സിക്കൽ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടീച്ചർ ഐ ഫോർഗോട്ട് മൈ പേന എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അവിടെ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കഴിച്ച് ആകെ ഇന്റർഫറൻസ് കൊണ്ടുവന്നു. അതിനെയാണ് ലെക്സിക്കൽ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സിന്റാക്ടിക്കൽ ഇന്റർഫറൻസ്. സിന്റാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗ്രാമർ അല്ലെങ്കിൽ ആ ഒരു സെന്റർ സ്ട്രക്ചറിന്റെ
ഡിഫിക്കൽട്ടീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും, ഞാൻ സ്കൂളിൽ പോവാണെന്ന് പറയും അല്ലെ, അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ഐ സ്കൂൾ ടു ഗോയിങ് എന്നാവും. ഞാനിപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞ ലൈക്ക് ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നതാണ് കറക്റ്റ്, പക്ഷെ അതിന്റെ മലയാളം സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഐ സ്കൂൾ ടു ഗോയിങ് ആണ്. അപ്പൊ ആ ഒരു ഗ്രാമറ്റിക്കൽ സ്ട്രക്ചറിലുള്ള സെന്റൻസ് ഫോർമേഷനിലുള്ള ഡിഫിക്കൽട്ടീസ് എല്ലാം ഈ ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ ഉണ്ടാവുമ്പോൾ കുട്ടികൾ നേരിടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് റിട്ടൺ എക്സ്പ്രഷൻ ഇൻ L2 is often influenced by L1. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിൽ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ L1 നമ്മൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി ഓർ ഫ്രസ്ട്രേഷൻ ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻ L2 will have negative effects in the acquisition of writing skill. നമ്മൾ എന്താ പറയുക, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവർക്ക് ഒബ്വിയസ്ലി ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ശരിയാണോ, എന്റെ ഗ്രാമർ ഓക്കെ ആണോ, ഈ വേർഡ് ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടേ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സും ആങ്സൈറ്റിയും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് കാരണം ഇത് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി നേരിടാനും ഒരു ഫ്രസ്ട്രേഷൻ ലെവലിലോട്ടൊക്കെ ഇവരെ കൊണ്ടെത്തിക്കാനും ചാൻസ് ഉണ്ട്. അത് ഇതിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് അറ്റ് വാട്ട് ഏജ് ടു സ്റ്റാർട്ട് ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ. ഈ ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ ഏത് സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ ഏത് ഇയറിൽ അല്ലെങ്കിൽ ഏത് ഏജിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിഫിക്കൽട്ട് ആണ് പറയാൻ അല്ലെ. നമ്മൾ ഈ ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ 5 വയസ്സ് മുതൽ തൊട്ടേ തുടങ്ങണം, അതൊരുപോലെ നേടിയെടുത്തോളം ഇല്ല. അപ്പൊ അത് ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് ഏജിൽ നമ്മൾ ഈ ഒരു ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ബൈലിംഗ്വലിസത്തിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മൾട്ടിലിംഗ്വലിസം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, 2ൽ കൂടുതൽ ലാംഗ്വേജ് ഒരേ സമയം യൂസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ചാലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം? ഇനി ഇത്തരം മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ക്ലാസ് റൂം അല്ലെ, ഒരു ക്ലാസ്സിൽ തന്നെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിന് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് നേരിടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേരിയേഷൻ. നമുക്കറിയാം, മലയാളം അറിയുന്ന കുട്ടിക്ക് ചിലപ്പോൾ തമിഴ് അറിഞ്ഞോളണം എന്നില്ല, തമിഴ് അറിയുന്ന ആൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പൊ ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേരിയേഷൻ ഈ ഒരു ടീച്ചിങ്ങിനെ വളരെയധികം ക്ലാസ് റൂമിൽ എഫക്ട് ചെയ്യും. നെക്സ്റ്റ്, കൾച്ചറൽ ഡിഫറൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. നമുക്കറിയാം, ഓരോ കുട്ടികളും ഓരോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഡിഫറെന്റ് ആയിരിക്കും. അത് വൺ ഓഫ് ദ ചാലഞ്ച് ആണ്. നെക്സ്റ്റ്, ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ്, ലാംഗ്വേജ് ബാരിയേഴ്സ്. നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഇവിടെ പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്റെ ക്ലാസ് റൂമിൽ എന്ന് പറയുമ്പോൾ മലയാളം സംസാരിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അധികം കുട്ടികളും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്, ഹിന്ദി സംസാരിക്കുന്നവരാണ്. വേറെ പല നാഷണാലിറ്റീസിലുള്ള 10ഓ 11ഓ നാഷണാലിറ്റീസ് ഉള്ള ഒരു ക്ലാസ് റൂമിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പലതരത്തിലുള്ള ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അതെനിക്കൊരു ചലഞ്ചിങ് ആണ് അല്ലെ. എനിക്ക് ഒരു പീരീഡ് 40 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു 40 മിനിറ്റ്സിൽ ആ ഒരു പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആണ്. ലാംഗ്വേജ് ബാരിയർ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മേ ബി ആ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. സോ ലാംഗ്വേജ് ബാരിയർ ഇസ് അനദർ പ്രോബ്ലം. നെക്സ്റ്റ് സ്റ്റീരിയോ ടൈപ്പിംഗ് ആൻഡ് ബയാസ്. ഇത്തരം ഒരുപാട് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ് റൂമിൽ ഉണ്ടാവുമ്പോൾ ബയാസ് എന്ന് പറയുന്നത് എന്താ? അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ഒരു ഒരു എന്താ പറയാ മുൻവിധി ഓൾറെഡി നമ്മൾ വിചാരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ തന്നെയാണ്, അവരെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവര് പഠിക്കില്ല. അങ്ങനെ ഒരു ഓൾറെഡി ഒരു മുൻവിധി അല്ലെങ്കിൽ മുൻധാരണ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനെയാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു കുട്ടി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായതിനു ശേഷം ആ കുട്ടീനെ നമ്മൾ വളരെ അൺഫേവറബിൾ ആയിട്ട് ലൈക്ക് ഒരു തരത്തിലും ആ കുട്ടീനെ ഫേവർ ചെയ്യാതെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം വിഭാഗത്തിന് നമ്മൾ എപ്പോഴും ഫേവർ ചെയ്യുക, ഒരു വിഭാഗത്തിനെ എപ്പോഴും നമ്മൾ തള്ളിക്കളയുക, അതിനെയാണ് ബയാസ് എന്ന് പറയുന്നത്. സോ അത്തരം പ്രോബ്ലംസ് എല്ലാം ഈ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂംസിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഇൻക്ലൂഷൻ ഓഫ് വേരിയസ് കൾച്ചറൽ പെർസ്പെക്ടീവ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പല തരത്തിലുള്ള കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഈ എല്ലാ കൾച്ചേഴ്സിനെയും ക്ലാസ് റൂമിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്.
ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ്, പല ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന കുട്ടികളായിരിക്കും. അത് വൺ ഓഫ് ദ ചാലഞ്ച് ആണ്. മോട്ടിവേഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ, പാരന്റൽ ഇൻവോൾവ്മെന്റ്, ഈ പലതരത്തിലുള്ള കൾച്ചറിൽ വരുന്ന കുട്ടികളാകുമ്പോൾ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റും വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മലയാളി കുട്ടീന്റെ പാരന്റ് എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈക്ക് ഒരു പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സോ ഇവരുടെ എക്സ്പെക്ടേഷൻസും ഈ പാരന്റൽ ഇൻവോൾവ്മെന്റും എല്ലാം കൂടെ ഇത്തരം മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂംസിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ചലഞ്ചസ്. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റർ ഡിപെൻഡൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഓഫ് ബൈലിംഗ്വൽ ആൻഡ് മൾട്ടിലിംഗ്വൽ ചിൽഡ്രൻ. ഇനി ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളിപ്പോ 2 ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി നേടാന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ 2 ലാംഗ്വേജസ് തമ്മിൽ ഇന്റർ ഡിപ്പെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റു ലാംഗ്വേജിലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്, ഇവ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഫസ്റ്റ് ഇസ് കോമൺ അണ്ടർലൈയിങ് പ്രൊഫിഷ്യൻസി. ഇതിനെയാണ് CUP എന്ന് പറയുന്നത്, കോമൺ അണ്ടർലൈയിങ് പ്രൊഫിഷ്യൻസി. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജിം കമ്മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് കേട്ടോ. So according to Jim Cummins, he refers to the idea that language skills developed in a person's first language can be transferred to second language. അതായത് ഒരു വ്യക്തി ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന സമയത്ത് എന്തൊക്കെ ലാംഗ്വേജ് സ്കിൽസ് ആണോ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, അത് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഈ സ്കിൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് ജിം കമ്മിൻസ് പറഞ്ഞത് കേട്ടോ. According to Cummins, the skills acquired in one language are not language specific, but rather represent a shared cognitive foundation that supports learning across the language. ജിം കമ്മിൻസ് പറയുന്നത് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലൂടെ അക്വയർ ചെയ്യുന്ന സ്കിൽസ് ഒരിക്കലും ഒരു ലാംഗ്വേജ് സ്പെസിഫിക് അല്ല. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് സ്കിൽസ് അല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ മറ്റേത് ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോഴും അതിനൊരു ഫൗണ്ടേഷൻ ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സ്കിൽസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നാണ് ജിം കമ്മിൻസ് പറയുന്നത്. സോ ഈ സ്കിൽസ് ട്രാൻസ്ഫറബിൾ ആണ് എന്നാണ് ജിം കമ്മിൻസ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ. ഇനി വാട്ട് ആർ ദ കീ പോയിന്റ്സ് ഓഫ് ഈ CUPന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ് അല്ലെ. സ്കിൽസ് ലൈക്ക് കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ലിറ്ററസി, ലേണിംഗ് സ്ട്രാറ്റജീസ്. ഇപ്പൊ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ പല ലേണിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും ആ ലാംഗ്വേജ് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേ ലേണിംഗ് സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വേറൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും എനിക്ക് ആ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലായി, നമ്മുടെ സ്കിൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. Next, bilingual proficiency. CUP suggests that a bilingual person has one integrated system for language proficiency, where skills like reading comprehension, problem solving, critical thinking can be applied across both language. അതായത് നമ്മൾ ബൈലിംഗ്വൽ പ്രൊഫിഷ്യൻസി ഉള്ള ആളുകളിൽ നമുക്കറിയാം റീഡിംഗ് കോംപ്രിഹെൻഷൻ, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഈ വക സ്കില്ലുകളെല്ലാം ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ പല പല ലാംഗ്വേജസും നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അത് ഒരു നമുക്ക് എന്താ പറയാ, അതൊരു കാരണമാകും. അത് സ്കിൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സെയിം പോയിന്റിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ്, academic success. The more solid the underlying cognitive proficiency, the better the chance for success in both language. നമ്മൾ എത്രത്തോളം സ്കിൽസ് അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഫിഷ്യൻസി നമ്മൾ നേടിയെടുക്കുന്നോ അത് നമുക്ക് അതിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് വേറെ എത്ര ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് അല്ലെ. സോ അക്കാഡമിക് സക്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്കാഡമിക് സ്കിൽസ് ആർ ഡെവലപ്ഡ് അറ്റ് എ ഡീപ്പർ ലെവൽ വെൻ ബോത്ത് ലാംഗ്വേജ് ആർ ഡെവലപ്ഡ് ആൻഡ് നർച്ചേർഡ് സൈമൾട്ടേനിയസ്ലി. നമ്മൾ 2 ലാംഗ്വേജും വളരെ വളരെ എന്താ പറയാ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയത്ത് നമ്മുടെ അക്കാഡമിക് സ്കിൽസ് ഒരുപാട് ഡെവലപ്ഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, സെപ്പറേറ്റ് അണ്ടർലൈയിങ് പ്രൊഫിഷ്യൻസി ഇൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ. കമ്മിൻസ് ഓൾസോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ BICS ആൻഡ് CALP. നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് കൊഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഈ BICSഉം CALPയും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നത് കമ്മിൻസ് ആണ് കേട്ടോ, ജിം കമ്മിൻസ് ആണ്. വൈ
BICS can develop quickly in a second language. നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന സമയത്ത് ഈ BICS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ CALP, it takes longer and relies on the common CALP നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ പ്രൊഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ സ്കിൽസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും CALP നമുക്ക് എത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കൂല്ലേ. പക്ഷേ നമ്മുടെ അക്കാഡമിക് സൈഡിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നല്ല. നമ്മുടെ സ്കില്ലും നമ്മുടെ പ്രൊഫിഷ്യൻസിയും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ടാസ്ക് ഈസി ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ സമയം എടുക്കാം. അതാണ് പറയുന്നത്. ദീസ് ആർ ദ കീ പോയിന്റ്സ് ഓഫ് CUP ട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ നേച്ചർ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇൻ ദ കോണ്ടന്റ് ഏരിയാസ്? എന്താ റീഡിംഗ് കോംപ്രിഹെൻഷൻ? ഞാൻ പറയുന്നത് കേൾക്കാവോ? സ്റ്റെക്ക് ഉണ്ടായിരുന്നു മാം. സ്റ്റെക്ക് ആയില്ലേ? എവിടുന്നാ സ്റ്റെക്ക് ആയത് ഒന്ന് പറയോ? നമുക്ക് അവിടെ മുതൽ കണ്ടിന്യൂ ചെയ്യാം. റീഡിംഗ് കോംപ്രഹെൻഷൻ. ഓക്കെ, ഫൈൻ ഫൈൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. 1 സെക്കൻഡ്, ഞാൻ ആ ഒരു സ്ലൈഡ് ഒന്ന് എടുക്കട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്.
ഇപ്പൊ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് Yes, മാം. നമ്മൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ മുതൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ നേച്ചർ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇൻ ദ കോണ്ടന്റ് ഏരിയാസ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം റീഡ് ചെയ്യുന്നതിനെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഐഡിയ കൺവെയ്ഡ് ബൈ ദ പാരഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് സെന്റൻസ്. ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സെന്റൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ ഒരു പാരഗ്രാഫിൽ എന്താണോ കൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിനാണ് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് വേരിയസ് സ്കിൽസ്. ഒരുപാട് സ്കിൽസ് വേണം അല്ലെ. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒരു കാര്യം വായിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ലേൺ ഇൻ എ ഗിവൺ സബ്ജക്ട് ലൈക്ക് മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് എക്സെട്ര. നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് ഡീൽ ചെയ്യേണ്ടി വരും അല്ലെ. സോ മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് ഇത്തരം പോലുള്ള സബ്ജക്ട്സിനെ എല്ലാം നമുക്ക് ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? റീഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. റീഡിംഗ് കോംപ്രിഹെൻഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ദ ഐഡിയാസ് കൺവെയ്ഡ് ഇൻ ദ കോണ്ടന്റ് പോർഷൻ ഓഫ് ദ സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക് using various skills such as comparing, analyzing, synthesizing ideas, picking up the contextual clues, etc. നമ്മളൊരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയാസിനെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ കോണ്ടന്റ് ആയിട്ട്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ് യൂസ് ചെയ്യേണ്ടി വരും. ലൈക് കമ്പയറിംഗ് സ്കിൽസ് യൂസ് ചെയ്യേണ്ടി വരും, പിക്കിംഗ് അപ്പ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഓരോ കാര്യത്തിന് സിന്തസൈസ് ചെയ്ത് ഐഡിയാസ് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ എപ്പോഴും അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേരിയസ് ആയിട്ടുള്ള സ്കിൽസ് യൂസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ദ കോണ്ടന്റ് ഏരിയാസ് ഓഫ് സയൻസ്, സോഷ്യൽ സയൻസ് and mathematics textbooks are expository or informational in nature. നമ്മൾ പഠിക്കുന്ന പല സബ്ജക്ട്സും, ഫോർ എക്സാമ്പിൾ സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇത്തരം കോണ്ടന്റ് ഏരിയാസ് എല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് എക്സ്പോസിറ്ററി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെ. എക്സ്പോസിറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഒരു ടോപ്പിക് മനസ്സിലാക്കി എടുക്കാൻ അതിനെയാണ് എക്സ്പോസിറ്ററി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുള്ളതായിരിക്കും ഈ സയൻസ്, സോഷ്യൽ സയൻസ് പോലെയുള്ള ഏരിയാസ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ്, സ്ട്രാറ്റജീസ് യൂസ്ഡ് കോംപ്രിഹെൻഡ് ദ മീനിങ് ഓഫ് ദ കോണ്ടന്റ് ഏരിയാസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്സ് ആർ ഡിഫറെന്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടെക്സ്റ്റ് ബുക്സും ഡിഫറെന്റ് ആണ് അല്ലെ. ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിനനുസരിച്ചിട്ട് അതിലുള്ള കോണ്ടന്റ് ഏരിയാസും അതിന് കൊടുത്തിരിക്കുന്ന മീനിങ്ങും എല്ലാം മാറും. സോ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അത് യൂസ് ചെയ്യേണ്ടി വരും ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അടുത്തത്, ടെക്സ്റ്റ് ബുക്സ് ഡിഫർ ഫ്രം അതർ ഫോംസ് ഓഫ് ടെക്സ്റ്റ് നോട്ട് ഓൺലി ഇൻ ദയർ ലേഔട്ട്, ദാറ്റ് ഇസ് ഗെറ്റപ്പ്, ബട്ട് ഓൾസോ ഇൻ ദ പർപ്പസ് ആൻഡ് മെത്തേഡ് ഓഫ് ഡെലിവറി ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് മറ്റ് ടെക്സ്റ്റ് ബുക്സിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ എപ്പോഴും. അത് അവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലേഔട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഗെറ്റപ്പോ ഒന്നും ബേസിസിൽ മാത്രമല്ല, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തരുന്ന പർപ്പസോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ ഡെലിവറി ചെയ്യുന്ന മെത്തേഡ്സോ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോഴും ഇത്തരം ഈ ഡിസൈന് മാറും, മെത്തേഡ് ഓഫ് ഡെലിവറി ഡിഫറൻസ് ഉണ്ടായിരിക്കും, പേർപ്പസും ഡിഫറെന്റ് ഉണ്ടായിരിക്കും. സോ അതാണ് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇൻ കോണ്ടന്റ് ഏരിയാസ്. നമ്മൾ ഒരു കോണ്ടന്റ് ഏരിയാസ് റീഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. 3 പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റീഡ് അലൗഡ്. ടീച്ചർ റീഡ് ദ ടെക്സ്റ്റ് അലൗഡ് വൈൽ സ്റ്റുഡൻസ് ലിസൺ. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒച്ചത്തിൽ വായിക്കുക അല്ലെങ്കിൽ ഉറക്കനെ വായിക്കുക എന്നുള്ള ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ തന്നെ ടീച്ചർ എന്ത് ചെയ്യും? വളരെ ലൗഡായിട്ട് റീഡ് ചെയ്യും. കുട്ടികൾ വളരെ കാമായിട്ട് സൈലന്റ് ആയിട്ട് ഇരുന്ന് അവർ ലിസൺ ചെയ്യും. നെക്സ്റ്റ്, ടീച്ചേഴ്സ് റീഡ് ദ ടെക്സ്റ്റ് അലൗഡ് വൈൽ ദ സ്റ്റുഡൻസ് റീഡ് അലോങ് വിത്ത് ദ ടീച്ചർ. ഈ രണ്ടാമത്തതായിട്ട് പറയുന്നത് ടീച്ചർ വളരെ ഉച്ചത്തിൽ വായിക്കും, അതിന്റെ കൂടെ തന്നെ എന്താണ് കുട്ടികളും എന്താണ് അതിന്റെ പുറകിൽ തന്നെ റീഡ് ചെയ്ത് വരും. ഇതൊക്കെ എന്താണ്? നമുക്ക് ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തോടുകൂടെ മനസ്സിലാക്കി എടുക്കാനുള്ള സ്ട്രാറ്റജീസ് ആണ് ഫസ്റ്റ് വൺ, ഉച്ചത്തിൽ വായിക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, സെക്കൻഡ് വൺ ഇസ് ഗ്രാഫിക് ഓർഗനൈസേഴ്സ്.
ചില ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, സ്റ്റോറീസ് ആയിക്കോട്ടെ, പോംസ് ആയിക്കോട്ടെ, വിഷ്വൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു വിഷ്വൽ ഇൻഫോർമേഷനിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു പാഠത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ഗ്രാഫിക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻസിൽ. അപ്പൊ ആ ഒരു ഗ്രാഫിക്സ് വായിക്കുന്നതിലൂടെ കൂടെ നമുക്കൊരു ക്ലാസ് റൂം ഡിസ്കഷനും മറ്റു ഡിബേറ്റ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നടത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ പൂർണ്ണത എന്താ പറയാ കൈക്കൊള്ളാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഗ്രാഫിക് ഓർഗനൈസർ. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് റൈറ്റിംഗ് ടു ലേൺ. സ്റ്റുഡൻസ് തിങ്ക് ഫോർ എ മിനിറ്റ് ഓർ സോ ദെൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ഫോർ മിനിറ്റ്സ്. ഇപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫ് കുട്ടികൾക്ക് കൊടുക്കാം, ഓക്കെ, അത് പെട്ടെന്ന് റാൻഡം ആയിട്ട് അവരെ കൊണ്ടൊന്ന് വായിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് അവരോട് എഴുതാൻ പറയാം. ലൈക്ക് ഒരു 5 minutes അതിനെ കുറിച്ചിട്ട് എന്താന്നുള്ളത് എഴുതാൻ പറയാം. ജസ്റ്റ് ഒരു ഗ്ലാൻസ് ഓഫ് ഗോയിങ് ത്രൂ മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക്. അതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് പിന്നീട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അതിനെ എഴുതാൻ വേണ്ടി കുട്ടികളുടെ അടുത്ത് പറയാം. ഇതൊക്കെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് അവരുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. ഫോർത്ത് സ്ട്രാറ്റജി ആണ് സ്ട്രക്ചേർഡ് നോട്ട് ടേക്കിംഗ്. സ്റ്റുഡൻസ് ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ഇൻ ദെയർ നോട്ട്ബുക്ക്. അതായത് വ്യക്തമായിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ആ നോട്ട്ബുക്ക് അല്ലെങ്കിൽ നോട്ട് ഇൻടേക്ക് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെ നോട്ട്ബുക്കിൽ നമ്മളൊരു വെർട്ടിക്കൽ ലൈന് വരയ്ക്കാൻ പറയാം കുട്ടികളുടെ അടുത്ത്. വെർട്ടിക്കൽ ആയിട്ട് ലൈൻ വരയ്ക്കാൻ പറയാം. ദാറ്റ് ഈസ് അബൌട്ട് 2 inches ഫ്രം ദ ലെഫ്റ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിൻ ഓൾറെഡി ഉണ്ടാവും അല്ലെ, അതിന്ന് ഒരു 2 inch ഗ്യാപ്പിലാണ് ഈ വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരയ്ക്കാൻ പറയേണ്ടത്. റൈറ്റ് ദ മെയിൻ ഐഡിയാസ് ആൻഡ് കീവേർഡ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ ആൻഡ് ഡീറ്റെയിൽസ് ടു ദ റൈറ്റ് ഓഫ് ദ ലൈൻ. ഇനി എന്ത് ചെയ്യുക, ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരച്ച ആ ഒരു വരയുണ്ടല്ലോ, അവിടെ മെയിൻ ഐഡിയാസോ അല്ലെങ്കിൽ കീവേർഡ്സോ ഹാർഡ് വേർഡ്സോ മെയിൻ വേർഡ്സോ എല്ലാം കുട്ടികളുടെ അടുത്ത് എഴുതാൻ പറയാം. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. ലൈക്ക് അതിന്റെ നമ്മൾ അർത്ഥം എഴുതിയിട്ട് അതിന്റെ മീനിങ് എഴുതില്ല, അതുപോലെ അതിന്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽ എന്താന്നുള്ളത് റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് റൈറ്റ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ലെസൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ഇനി ആ ഒരു പേജിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യുക, ആ ഒരു ലെസണിന്റെ ഒരു ബ്രീഫ് സമ്മറി കൂടെ കുട്ടികളോട് എഴുതാൻ പറയാം. ഇത് സ്ട്രക്ചേർഡ് നോട്ട് ടേക്കിംഗ് ആണ്. ഇതിലൂടെ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ കുറച്ചുകൂടെ നന്നാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. നെക്സ്റ്റ് ഫൈനൽ 5th സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് KWL ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഈ K എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ വാട്ട് ഡു യു നോ അബൌട്ട് ദ ടോപ്പിക്. ആ നോന്റെ K ആണ് K. ഓക്കെ, വാട്ട് ഡു യു നോ, ആ സ്റ്റാർട്ടിങ്ങിലെ Kനെയാണ് ഇവിടെ K ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഡു യു നോ അബൌട്ട് ദ ടോപ്പിക്. ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള ഒരു ചാർട്ട് കുട്ടികളുടെ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പറയാം. ഓക്കെ, അതിനുശേഷം ഫോളോയിങ് ദ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടത്തുക. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കുക, വാട്ട് ഡു യു സ്റ്റിൽ വാണ്ട് ടു നോ. ആ സ്റ്റിൽ വാണ്ട് ടു നോന്റെ W ആണ് W ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇനി എന്താണ് അറിയാൻ ആഗ്രഹമുള്ളത്, അതിനെ കുറിച്ചൊരു ചാർട്ടോ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പോ എഴുതാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് L ആണ് അല്ലെ. ഇനി വൺസ് ദ യൂണിറ്റ് ഓഫ് സ്റ്റഡി ഹാസ് ബിൻ കംപ്ലീറ്റഡ്. ഇപ്പൊ നമ്മൾ എന്താണ്, ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ കുട്ടികളുടെ അടുത്ത് ഒരു ഡിസ്കഷൻ നടത്തി, എന്തറിയാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തി. തുടർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇനി എന്ത് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു. ഫൈനലി ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ദ ടോപ്പിക്. ആ ലേൺ ആണ് ഈ KWL L എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ലേൺ ചെയ്തു. അപ്പൊ ഇത് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നമുക്ക് എല്ലാവർക്കും ക്ലാസ് റൂംസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് KWL. വാട്ട് ഡു യു നോ അബൌട്ട് ദ ടോപ്പിക്, വാട്ട് ഡു യു സ്റ്റിൽ വാണ്ട് ടു നോ അബൌട്ട് ദ ടോപ്പിക്, ഫൈനലി വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ദ ടോപ്പിക്. സോ ഇത്തരം സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽസ് ഫോർ റൈറ്റിംഗ് ഇൻ സ്പെസിഫിക് കോണ്ടന്റ് ഏരിയാസ്. ഇനി റീഡിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇനി റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദർ ഇസ് എ വാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ഇൻ ലാംഗ്വേജ് സബ്ജക്ട്സ് ആൻഡ് റൈറ്റിംഗ് ആൻസേഴ്സ് ഇൻ സയൻസ്, മാത്തമെറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്. ഇനി നമ്മളൊരു ലാംഗ്വേജ് സബ്ജക്റ്റിൽ കുട്ടി എത്രത്തോളം ആൻസർ ചെയ്യുന്നു എന്നുള്ളതും മറ്റ് മെയിൻ സബ്ജക്ട്സ് ആയിട്ടുള്ള സയൻസ്, മാത്സ് പോലെയുള്ള സബ്ജക്ട്സിൽ കുട്ടി എത്രത്തോളം റൈറ്റ് ചെയ്യുന്നു എന്നുള്ളതും വളരെ വാസ്റ്റ് ഡിഫറെന്റ് ആണ് അല്ലെ. ലാംഗ്വേജിൽ നമ്മൾ മലയാളമാണ് ഇപ്പൊ നമ്മുടെ ലാംഗ്വേജ്.
ലാംഗ്വേജ് സബ്ജക്ട്. മലയാളത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ആൻസർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ മെയിൻ സബ്ജക്ട്സിൽ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ. സോ റൈറ്റിങ്ങും അതുപോലെ തന്നെ ലൈക് ലാംഗ്വേജസ് മാറുമ്പോൾ അവരുടെ റൈറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇൻ ലാംഗ്വേജ് സബ്ജക്ട്സ് റൈറ്റിംഗ് വിതൗട്ട് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് സ്ട്രെസ്ഡ്. ശരിയാണ് അല്ലെ? നമ്മൾ പഠിക്കുന്ന സമയത്ത് അറബിക്കും അതുപോലെ തന്നെ ഹിന്ദി, മലയാളം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ, ടീച്ചർ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഗ്രാമറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ ഹിന്ദി ഒക്കെ എഴുതുന്ന സമയത്ത് മലയാളം എഴുതുന്ന സമയത്തും അവിടെ ഇങ്ങനെ അടിവര ഇട്ട് കാണിക്കും അല്ലെ, ഗ്രാമറ്റിക്കൽ എറർ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസിലോട്ടൊക്കെ വരുമ്പോൾ അങ്ങനെയല്ല. ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കില്ല. അവിടെ കണ്ടന്റ് ഉണ്ടോ, കുട്ടിക്ക് ആ കാര്യം കിട്ടിയിട്ടുണ്ടോ, കറക്റ്റ് സിമ്പിൾ ആണോ യൂസ് ചെയ്തത്, ഇക്വേഷൻ കറക്റ്റ് ആണോ, ഡയഗ്രാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ സബ്ജക്ട്സിലോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുക. പക്ഷെ സബ്ജക്ട് ലാംഗ്വേജ് ആവുമ്പോൾ അങ്ങനെയല്ല, ഗ്രാമറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിമിലർലി ഇൻ കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് ആർ ടു ബി എക്സ്പ്ലെയിൻ. ഇപ്പൊ കെമിസ്ട്രിക്ക് എഴുതുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കറക്റ്റ് ആണോ, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ, ഫിസിക്സ് ആണെങ്കിൽ നമ്മുടെ ഡയഗ്രാം കറക്റ്റ് ആണോ, ഇക്വേഷൻ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക അല്ലെ. സോ റൈറ്റിംഗ് സ്കിൽസിൽ ലാംഗ്വേജ് മാറുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽസ് ഫോർ റൈറ്റിംഗ് ഇൻ സ്പെസിഫിക് കോണ്ടന്റ് ഏരിയാസ്. നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടുവരാം എന്നുള്ളത് നോക്കിയാലോ. ഓക്കെ, first one is making students take notes while the teacher is explaining a content area in the class. നമ്മൾ ടീച്ചർ ക്ലാസ് റൂമിൽ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളെടുത്ത് എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടി പറയാം അല്ലെ. അവർക്ക് നമ്മൾ ആ പറഞ്ഞതിൽ നിന്നും എന്ത് മനസ്സിലായോ എന്നുള്ളത് ടേക്ക് നോട്ട് ചെയ്യാൻ പറയും. അത് റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, മേക്കിംഗ് സ്റ്റുഡൻസ് റൈറ്റ് എസ്സേസ് ഓൺ ദ ഗിവൺ ടോപ്പിക്. നമ്മളൊരു ടോപ്പിക് കൊടുത്തിട്ട് കുട്ടികളെടുത്ത് അതിലെന്താണ് ഒരു എസ്സേ എഴുതാൻ പറയാം. മേക്കിംഗ് സ്റ്റുഡൻസ് ടു ഗോ ത്രൂ എ ലോങ് ടെക്സ്റ്റ് പാസേജ്. നമ്മളൊരു ലോങ് പാസേജ് കൊടുത്തിട്ട് കുട്ടികളെടുത്ത് അതിലൂടെ ഗോ ത്രൂ ചെയ്യാൻ പറയാം. എൻകറേജിംഗ് സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദെയർ ഇമാജിനേറ്റീവ് സ്കിൽസ് ബൈ റൈറ്റിംഗ് ഷോർട്ട് സ്റ്റോറീസ്, പോംസ്, ജോക്സ് ആൻഡ് വൺ ആക്ട് പ്ലേസ്. കുട്ടികളടുത്ത് എന്താണ് ഷോർട്ട് സ്റ്റോറീസും പോയംസും ജോക്കുകളും ഒരു വൺ ആക്ട് പ്ലേ എല്ലാം എഴുതാൻ വേണ്ടി പറയാം. അപ്പൊ അതിലൂടെ അവരവരുടെ ഇമാജിനേറ്റീവ് സ്കില്ലെല്ലാം എക്സ്പ്രസ് ചെയ്യും റൈറ്റിംഗിൽ. ഓക്കെ, നെക്സ്റ്റ്, ആസ്കിംഗ് സ്റ്റുഡൻസ് ടു റൈറ്റ് ലീവ് ലെറ്റേഴ്സ്, application seeking jobs, financial assistance, etc., advertisement and a request. കുട്ടികളടുത്ത് എന്ത് പറയാ, ലീവ് ലെറ്റർ എഴുതാനും ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ എങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കും എന്നുള്ളതും, ഒരു ഇന്റർവ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു CV അല്ലെങ്കിൽ ഒരു ജോബ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളടുത്ത് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നതിലൂടെ അവരുടെ റൈറ്റിംഗ് സ്കിൽസ് അവർക്ക് എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് is what are the strategies for developing oral language for promoting learning across the subject areas. നമ്മുടെ ഓറൽ ലാംഗ്വേജ് അല്ലെ, നമ്മുടെ സംസാരം അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ is ഡെയിലി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, എ ക്വസ്റ്റ്യൻ ബോക്സ് മേ ബി പ്രൊവൈഡഡ്. അപ്പൊ എന്ത് ചെയ്യുക, ഡെയിലി ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് കൊടുക്കുക അല്ലെ. എന്നും ചോദ്യം ചോദിക്കുക. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണോ എടുത്തത് അതിനെ കുറിച്ചിട്ട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഡെയിലി കണ്ടക്ട് ചെയ്യുക. അപ്പൊ അതിലൂടെ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യും, അവരുടെ ഓറൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. നെക്സ്റ്റ്, ഡെയിലി ഓറൽ ലാംഗ്വേജ് പ്രാക്ടീസ്. ഇതിലൂടെ അവർക്ക് ഓറൽ ലാംഗ്വേജ് പ്രാക്ടീസ് എന്തായാലും കിട്ടും. നെക്സ്റ്റ്, ഡ്രാമാറ്റിക് വോക്കാബുലറി. Guess the word by observing facial expression and gestures. നമ്മൾ എന്തെങ്കിലും ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു ജെസ്റ്ററോ കൊടുക്കുന്നതിലൂടെ അത് ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് ആ വേർഡ് എന്നുള്ളത് കുട്ടികൾ എന്താണ് ഗസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, വേർഡ് വോൾ യൂസ് ചെയ്യാം അല്ലെ. മേക്ക് ന്യൂ വേർഡ്സ് ഫ്രം ദ വേർഡ് റിട്ടൺ ഓൺ ദ ബ്ലാക്ക് ബോർഡ്. നമ്മൾ ബ്ലാക്ക് ബോർഡിൽ ആദ്യം ഒരു വേർഡ് എഴുതാം, അതിൽ നിന്നും വേറൊരു വേർഡ് ഫോം ചെയ്യുക, പിന്നെ വേറെ വേർഡ് ഫോം ചെയ്യുക. അങ്ങനെ ഒരു വേർഡ് വോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗെയിം നമുക്ക് ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ടേക്ക് എ സ്റ്റാൻഡ് ആൻഡ് ഡിബേറ്റ്. ടേക്ക് എ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മുന്നോട്ട് വരിക, നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യുക, ഡിബേറ്റ് പോലുള്ള പ്രോഗ്രാംസിലെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.
നെക്സ്റ്റ് ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സെമിനാർസ് കണ്ടക്ട് ചെയ്യുക, ഇന്റർവ്യൂസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈക്ക് ലിസണിങ് സ്കിൽസ് എല്ലാം പ്രൊമോട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസ് അവിടെ നമ്മൾ കാണിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ ഓറൽ ലാംഗ്വേജ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരം സ്ട്രാറ്റജീസ് എല്ലാം ആസ് ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ ഓറൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് റീഡിംഗ് ഇൻ കോണ്ടന്റ് ഏരിയാസ്. റീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് കേട്ടോ. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേറ്റേഴ്സിന് വേറൊരു വേർഡും കൂടി ഉണ്ട്, സ്കോളേഴ്സ് എന്നും കൂടെ പറയും എഡ്യൂക്കേറ്റേഴ്സിന്. സോ എഡ്യൂക്കേറ്റേഴ്സ് കോൾ റീഡിംഗ് ടു ലേൺ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്യുക, അതിനെയാണ് റീഡിംഗ് ടു ലേൺ എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റിന് എഡ്യൂക്കേറ്റേഴ്സ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ് and using content area, subject matter, disciplinary text such as text in science, history or literature. അപ്പൊ ഇത്തരം സയൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം ഇത്തരം ടെക്സ്റ്റ് ബുക്സിനെ എല്ലാം മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും സബ്ജക്ട് മാറ്റേഴ്സ് കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനും ലേൺ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, റീഡിംഗ് ടു ലേൺ എന്ന് പറയുന്നത്. ആസ് എഡ്യൂക്കേറ്റേഴ്സ് ഇതിനെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ്, എഡ്യൂക്കേറ്റേഴ്സ് ഓഫൺ സ്റ്റേറ്റ് റീഡിംഗ് ടു ലേൺ ഇസ് ഡിഫറെന്റ് ഫ്രം ലേണിംഗ് ടു റീഡ്. രണ്ട് ടേമും ഡിഫറെന്റ് ആണ് അല്ലെ. റീഡിംഗ് ടു ലേൺ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്നതിനെയാണ് റീഡിംഗ് ടു ലേൺ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ലേണിംഗ് ടു റീഡ്, വായിക്കാൻ വേണ്ടി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലേണിംഗ് ടു റീഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു രണ്ട് കൺസെപ്റ്റും ഡിഫറെന്റ് ആണെന്നാണ് എഡ്യൂക്കേറ്റേഴ്സ് പറയുന്നത്. വെൻ സ്റ്റുഡൻസ് ലേൺ ടു റീഡ്, വായിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാല് the focus is often on the pronunciation and comprehension of narrative text. നമ്മൾ ഓൾറെഡി എങ്ങനെ ഇംഗ്ലീഷ് വായിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുക, എങ്ങനെ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യണം, എങ്ങനെയാണ് അതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ആദ്യം നമ്മൾ വായിക്കാൻ പഠിക്കും, പിന്നീട് നമ്മൾ അതിന്റെ തുടർന്നുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇതാണ് റീഡിംഗ് ഇൻ കോണ്ടന്റ് ഏരിയാസിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് is ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് കോണ്ടന്റ് ഏരിയാസ്. നമ്മൾ ഈ ഒരു റീഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് എന്തൊക്കെ വരും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ is the disposition of individuals who read in the discipline. അതായത് ഇപ്പൊ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു താല്പര്യക്കുറവ്, എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാനും അത് റീഡ് ചെയ്യാനുമുള്ള എന്തെങ്കിലും ഒരു താല്പര്യക്കുറവ് നേരിടുന്നുണ്ടെങ്കിൽ അതൊരു ചലഞ്ചിങ് ആണ്. നെക്സ്റ്റ്, ദ ഗോൾസ് ദാറ്റ് സ്റ്റുഡൻസ് അഡാപ്റ്റ് ഫോർ ലേണിംഗ്. പല കുട്ടികൾക്കും പല ഗോൾസ് ആയിരിക്കും, പല ടാർഗറ്റ് ആയിരിക്കും. സോ ആ ഒരു എന്താണോ ഓരോ വ്യക്തികളുടെ ഗോള് അത് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു ചലഞ്ചിങ് ആണ് ഈ ഒരു റീഡിംഗ് പ്രൊഫിഷ്യൻസി നേടിയെടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, ദ സ്ട്രക്ചർ, ഡിഫിക്കൽട്ടി ലെവൽ ആൻഡ് ദ ടോൺ ഓഫ് ടെക്സ്റ്റ്. നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, എല്ലാ ടെക്സ്റ്റും ഒരേ സ്ട്രക്ചർ ആയിരിക്കില്ല, ഡിഫിക്കൽട്ടി ലെവൽ ഡിഫറെന്റ് ആയിരിക്കും, ടോൺ ഡിഫറെന്റ് ആയിരിക്കും. സോ അതൊരു ചലഞ്ചിങ് ആണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ്ലി കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. സോ ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ ടോൺ വളരെ ഡിഫറെന്റ് ആയിരിക്കും. സോ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, ഇല്ലാത്ത കുട്ടികളും ഉണ്ടായിരിക്കും. സോ അതൊരു ചലഞ്ചാണ്. നെക്സ്റ്റ്, ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിക്വയർഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഓരോ കുട്ടികളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സെയിം അല്ല അല്ലെ. ഇപ്പൊ ഒരു കുട്ടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുമെങ്കിൽ മറ്റേ കുട്ടിക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം വേണ്ടി വരും അത് മനസ്സിലാക്കി എടുക്കാൻ. സോ ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫിഷ്യൻസി നേടിയെടുക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഫൈനലി, ദ ഫോം വിച്ച് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഡിസ്പ്ലൈഡ്. അതായത് എന്താ പറയാ, നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്, മനസ്സിലാക്കി എടുക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഓരോ കുട്ടികളും ഡിസ്പ്ലേ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ അതും ഈ ഒരു റീഡിംഗ് കോണ്ടന്റ് ഏരിയാസിൽ പ്രൊഫിഷ്യൻസി നേടുക എന്ന് പറയുന്നതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ഫാക്ടർ. സോ ഇത്തരം ഈ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള 5 കാര്യങ്ങളും റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പ്രൊഫിഷ്യൻസി നേടാൻ കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത് കേട്ടോ. ഇനി ഹൗ ഡു റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് കോണ്ടന്റ് ഏരിയ ടെക്സ്റ്റ്. എങ്ങനെയാണ് ഒരു റീഡർ കോണ്ടന്റ് ഏരിയ ടെക്സ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റീഡേഴ്സ് നീഡ് ടു ചൂസ് ആൻഡ് റിവൈസ് ദെയർ ചോയ്സസ് ഓഫ് റീഡിംഗ് സ്ട്രാറ്റജി.
എന്താണോ നമ്മളുടെ ചോയ്സ് അല്ലെ, നമ്മുടെ റീഡിങ് സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില ചോയ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ചോയ്സ് എന്താണോ, നമ്മുടെ താല്പര്യം എന്താണോ, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ചിട്ടുള്ള ഒരു മേഖലയിലോട്ട് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് ഏരിയ ടെക്സ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ദ റീഡർ മസ്റ്റ് ഫസ്റ്റ് ഐഡന്റിഫൈ ദ ടെക്സ്റ്റ് സ്ട്രക്ചർ. നമ്മൾ ഏതൊരു ടെക്സ്റ്റ് വായിക്കാൻ എടുക്കുമ്പോഴും ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത്, ഒരു ഓവറോൾ ഐഡിയ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അടുത്തത്, യൂസ് ജനറൽ റീഡിംഗ് സ്ട്രാറ്റജീസ് സച്ച് ആസ് ക്വസ്റ്റനിങ്, മേക്കിംഗ് ഇൻഫറൻസസ് ആൻഡ് കണക്ഷൻസ് ആൻഡ് ആക്ടിവേറ്റിംഗ് പ്രയർ നോളേജ്. നമ്മൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ചില ജനറൽ ആയിട്ടുള്ള റീഡിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം അല്ലെ. നമ്മൾ ക്വസ്റ്റ്യനിങ് ചെയ്യുക, അതെന്തായിരിക്കും അങ്ങനെ, ഇത് എന്തുകൊണ്ടാവും ഇങ്ങനെ, ചില ക്വസ്റ്റ്യനിങ് ഫാക്ടേഴ്സ് നമുക്ക് വേണം. ചില ഇൻഫറൻസും അതുപോലെ തന്നെ കണക്ഷൻസും കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ തന്നെ പ്രയർ നോളേജിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മുൻകൂട്ടി നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്തരം ജനറൽ ആയിട്ടുള്ള റീഡിംഗ് സ്ട്രാറ്റജീസ് എന്താണ് നമ്മൾ മീനിങ് എന്താണോ, നമ്മൾ മേക്കിംഗ് മീനിങ് ഓൺ 3 ഡിഫറെന്റ് ലെവൽസ്. ലിറ്ററൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താണോ വായിക്കുന്നത് അതിന്റെ അർത്ഥം എന്താന്നുള്ളത് മനസ്സിലാക്കുക, അതിനെയാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻഫറൻഷ്യൽ. ഒരു ഇന്നർ മീനിങ് ഉണ്ടായിരിക്കും അല്ലെ, എന്താവുമ്പോഴും നമ്മൾ ഓരോ ലൈൻസ് ഗോ ത്രൂ ചെയ്യുമ്പോഴും ഒരു ഇന്നർ മീനിങ് എപ്പോഴും അതിലുണ്ടായിരിക്കും. അതെന്താന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. തുടർന്ന് എന്ത് ചെയ്യുക, ഇവാലുവേഷൻ ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ റീഡ് ചെയ്തത് എന്നുള്ളത്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം റീഡേഴ്സ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റീഡിംഗ് പ്രൊഫിഷ്യൻസി അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ എലമെന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീഡിംഗ് കോണ്ടന്റ് ഏരിയാസ്. നമ്മളൊരു കോണ്ടന്റ് ഏരിയ റീഡ് ചെയ്യുമ്പോൾ അതിൽ 3 ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്രീ റീഡിംഗ് പ്രോസസ്, സെക്കൻഡ് വൺ ഈസ് റീഡിംഗ് പ്രോസസ്, തേർഡ് വൺ ഈസ് പോസ്റ്റ് റീഡിംഗ് പ്രോസസ്. എന്തൊക്കെയാണ് ഈ 3 പ്രോസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പ്രീ റീഡിംഗ് പ്രോസസ്, അതായത് ഹാവിങ് എ കംപ്ലീറ്റ് ഓവറോൾ ഗ്ലാൻസ് ഓഫ് ദ കോണ്ടന്റ് ഏരിയ. നമ്മൾ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് വായിക്കുന്നതിന്റെ മുന്നേ തന്നെ ഒന്ന് ഓവറോൾ ഒന്ന് കണ്ണോടിച്ച് വിടുക, ഒരു ഓവറോൾ ഗ്ലാൻസിങ് സംഭവിക്കുക അല്ലെങ്കിൽ ചെയ്യുക അല്ലെ. ഒന്ന് കണ്ണോടിച്ച് വിടുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐഡിയാസ് കിട്ടും. നെക്സ്റ്റ്, ദ കൺസെപ്റ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ്. നമ്മൾ വായിക്കാൻ പോകുന്ന ആ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, അത് വെൽ എക്സ്പ്ലെയിൻഡ് ആണോ എന്നുള്ളത് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. നെക്സ്റ്റ്, നോയിങ് ദ മീനിങ്സ് ഓഫ് ന്യൂ വേർഡ്സ്. നമ്മൾ വായിക്കുന്ന ആ ഒരു കോണ്ടന്റ് ഏരിയാസിലെ എന്തെങ്കിലും പുതിയ വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ്, ലേണിംഗ് ടു നോ ദ നേച്ചർ ഓഫ് വേരിയസ് പാരഗ്രാഫ്സ്. നമ്മൾ ഒരു പാരഗ്രാഫിൽ നിന്ന് വേറെ പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ എന്താണ് ആ പാരഗ്രാഫ്സിന്റെ നേച്ചേഴ്സ്, എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. അടുത്തത്, നോയിങ് ദ സബ് ടോപ്പിക്സ്. നമ്മളിപ്പോ ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ അതിന്റെ സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും അല്ലെ, അതെല്ലാം വളരെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളൊരു റീഡിംഗ് പ്രോസസ്സിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെയാണിത് പ്രീ റീഡിംഗ് പ്രോസസ് അല്ലെ. പുതിയ വേർഡ്സ് ഒക്കെ പിക്കപ്പ് ചെയ്യുക, അതിന്റെ മീനിങ്സ് ഓൾറെഡി മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതൊന്ന് ഗ്ലാൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക, ഇതിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഇതെല്ലാം നമുക്ക് പ്രീ റീഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ് വൺ ഇസ് റീഡിംഗ് പ്രോസസ്. നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, റീഡ് ഈച്ച് ഓഫ് ദ പാരഗ്രാഫ്. ഓരോ പാരഗ്രാഫും വ്യക്തമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. നോ ദ ഐഡിയ ദാറ്റ് ഈച്ച് പാരഗ്രാഫ് റിവീൽസ്. ഓരോ പാരഗ്രാഫും എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. സബ് ടോപ്പിക് ഷുഡ് ബി വെൽ അണ്ടർസ്റ്റുഡ്. ഓരോ സബ് ടോപ്പിക്സും വളരെ വ്യക്തമാക്കി എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ്, സെൻസിങ് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വുഡ് ബി ആസ്ക്ഡ്. നമ്മൾ ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് വായിക്കുമ്പോഴും ഇതിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഒന്ന് സെൻസ് ചെയ്തിട്ട് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, വൺസ് അഗെയിൻ ദ കോണ്ടന്റ് അണ്ടർ ഈച്ച് സബ് ടോപ്പിക് ഷുഡ് ബി റീഡ്. എന്ത് ചെയ്യാം, ഒരു തവണ കൂടെ ആ ഒരു സബ് ടോപ്പിക്സും കോണ്ടന്റ്സും എല്ലാം ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് പ്രീ റീഡ് ചെയ്യാം. ഓക്കെ, അതാണ് റീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് പോസ്റ്റ് റീഡിംഗ് പ്രോസസ് ആണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞു കേട്ടോ,
ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്. പ്രീ റീഡിംഗ് കഴിഞ്ഞു, റീഡിംഗ് കഴിഞ്ഞു, പോസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇൻ ഓർഡർ ടു റീറ്റെയിൻ ഇൻ മെമ്മറി വാട്ട് ആർ ലേൺഡ്, അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുത്തു എന്നുള്ളത് ഒന്നും കൂടെ എന്താണ് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. നമ്മുടെ മെമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കാം. അടുത്തത് ഫോമിംഗ് ദി സമ്മറി ഓഫ് ദ ലെസൺ. ആ ഒരു ലെസണിന്റെ സമ്മറി, ഒരു ബ്രീഫ് ആയിട്ടൊരു സമ്മറി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ്, ദി ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് ദാറ്റ് കുഡ് ഫൈൻഡ് പ്ലേസ് ഇൻ ദ സമ്മറി ഓഫ് ദ ലെസൺ. നമുക്ക് ആ ഒരു സമ്മറി വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മൈൻഡിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഫ്ലോ ഡയഗ്രാം ആയിട്ട് നമുക്കൊരു സമ്മറി കൊടുക്കാൻ പറ്റും, നമ്മൾ ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുക്കാം, ഒരു മാപ്പ് ആയിട്ട് കൊടുക്കാം, ഒരു ചെയിൻ ഡയഗ്രാം ആയിട്ട് കൊടുക്കാം, ചെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു വീൻ ഡയഗ്രാം. ഇത്തരം പല ഡയഗ്രാം ബേസിസിൽ നമുക്കൊരു ചാപ്റ്ററിന്റെ സമ്മറി കൊടുക്കാൻ പറ്റും. ഇത്തരം ഡയഗ്രാം ബേസിസ് യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോ നമുക്ക് അത് എടുത്തു നോക്കുമ്പോഴും പെട്ടെന്ന് ആ ഒരു കണക്ഷനും ഫ്ലോയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. സോ ഓൾവേസ് ഒരു ഡയഗ്രാം ഫോർമാറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ അത് റീറ്റെയിൻ ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ഇതിൽ പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് SQ3R സ്ട്രാറ്റജി. എസ് എന്ന് പറയുന്നത് എന്താണ്? സർവേ, ഗ്ലാൻസിങ് ദ മെറ്റീരിയൽ ടു ബി റീഡ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ്? സർവേ ചെയ്യണം അല്ലെ. എന്ത് തരത്തിലുള്ള ബുക്സ് ആണ് ഞാൻ വായിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഞാൻ വായിക്കേണ്ടത് എന്നുള്ളത് ആദ്യം ഒന്ന് സർവേ ചെയ്യുക. അതിനെയാണ് എസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കമ്മിങ് Q, ക്വസ്റ്റ്യനിങ് അല്ലെ. റേസിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് സെർച്ചിങ് ഫോർ ക്ലാരിഫിക്കേഷൻ. നമ്മൾ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ റിസർച്ചിങ് നടത്തുക, സെർച്ചിങ് ഒക്കെ ചെയ്യുക. അതാണ് Q. അടുത്തതായിട്ട് ഇവിടെ 3 R പറയുന്നുണ്ട്. അതാണ് 3 Rs. R1, R2, R3. എനിക്ക് തോന്നുന്നു R3 നിങ്ങൾക്ക് PPT കാണാൻ കഴിയുന്നില്ല അല്ലെ. കാണുന്നുണ്ടോ R3? ഇല്ല മാം, കാണുന്നില്ല. R3 സ്ക്രീനിൽ കാണുന്നില്ല, പക്ഷെ നിങ്ങളുടെ PDF അത് ഉണ്ടായിരിക്കും കേട്ടോ. സ്ക്രീനിന്റെ ആ ഒരു സൈസിന്റെ ഇതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഫസ്റ്റ് വൺ ഇസ് R1. R1 എന്ന് പറയുമ്പോൾ എന്താണ്? റീഡ് ചെയ്യുക അല്ലെ. റീഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്താണ് അത് പഠിക്കുകയും ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്യുകയും ചെയ്യുക. അതാണ് റീഡിങ്. R2 എന്ന് പറയുമ്പോൾ റിസൈറ്റിംഗ് ആണ്, അതായത് റിപ്പീറ്റിംഗ് ദ ആൻസർ ദാറ്റ് ഫൈൻഡ് പ്ലേസ് ഇൻ ഈച്ച് സബ് ടോപ്പിക്. അതായത് ആ ഒരു ലെസണിന്റെ സബ് ടോപ്പിക്സിലൊക്കെ വരുന്ന ആ ഒരു ആൻസേഴ്സിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിനെയാണ് റിസൈറ്റിംഗ് എന്ന് പറയാം. ആദ്യം നമ്മൾ റീഡ് ചെയ്യുക, അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്ന് റിസൈറ്റ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് റിവ്യൂ ചെയ്യുക. നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ അതിനൊരു സമ്മറി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു SQ3R സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആദ്യം സർവേ, പിന്നെ ക്വസ്റ്റ്യനിങ്, പിന്നെ R1, R2, R3. R1 stands for read, R2 stands for recite, and R3 stands for review. Okay, next topic is what are the strategies for developing reading in content areas. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് കോണ്ടന്റ് റീഡ് ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി സ്പെസിഫിക്കലി നമ്മൾ കുറച്ച് സബ്ജക്ട്സ് എടുക്കുകയാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ സയൻസ്, മാത്തമെറ്റിക്സ്. ഈ ഒരു കോണ്ടന്റ് ഏരിയാസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. സബ്ജക്ട് ബേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ബുക്സ് ആൻഡ് റീഡിംഗ്. അല്ലെ, നമ്മൾ വളരെ അനുയോജ്യമായിട്ടുള്ള ബുക്സ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡന്റ് കോർഡിനേറ്റിംഗ് ഹിസ് ഓർ ഹെർ റീഡിംഗ് പ്രോഗ്രാം വിത്ത് കോണ്ടന്റ് ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം. ഓൾറെഡി ആ കുട്ടിക്ക് അറിയാം, നമുക്ക് അറിയുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തെ നമ്മൾ ആ ഒരു ക്ലാസ് റൂം കോണ്ടന്റ് ടീച്ചിങ്ങിലോട്ട് എന്താണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ഐഡന്റിഫൈങ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഐറ്റംസ് ദാറ്റ് ഫൈൻഡ് പ്ലേസ് ഇൻ ഈച്ച് കോണ്ടന്റ് ഏരിയ. എസ്പെഷ്യലി നമുക്കറിയാം മാത്സും സയൻസ് ഒക്കെ ആകുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും, ഇക്വേഷൻസ് വരുന്നുണ്ടാവും, പ്രോബ്ലംസ് വരുന്നുണ്ടാവും. സോ അത്തരം സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് ആ ഒരു കോണ്ടന്റ് ഏരിയയിൽ ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ഫൈനലി സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ റീഡിംഗ് ആൻഡ് കോംപ്രിഹെൻഡിങ് ഈച്ച് കോണ്ടന്റ് ഏരിയ. അതായത് നമ്മൾ പറഞ്ഞ കാര്യമാണ് SQ3R സ്ട്രാറ്റജി നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. പ്രാക്ടീസിങ് റൈറ്റിംഗ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റനിങ് ദാറ്റ് ആർ പോസിബിൾ ഇൻ ഈച്ച് കോണ്ടന്റ് ഏരിയ. ഓരോ കോണ്ടന്റ് ഏരിയയിലും എന്തൊക്കെ ക്വസ്റ്റൻ ആൻസേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം, അതിനെന്താണ് റൈറ്റിംഗ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി ഓൾറെഡി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.
അതാണ് പറയുന്നത് കേട്ടോ. ഇത് പ്രധാനമായിട്ടും മെയിൻ സബ്ജക്ട്സിലൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്ട്രാറ്റജീസ് ആണ്. അടുത്തത് നമ്മൾ പറയുന്നത് strategies for developing reading in content areas of mathematics. Mathematics തന്നെ മാത്രം ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. The mathematics teacher should explain the real meaning of the terms. സോഷ്യൽ സയൻസ് പഠിക്കുന്ന പോലെയല്ല, മാത്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ എക്സ്പ്ലനേഷൻ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടി വരും. Students must be taught that the language used in the mathematical class is a technical jargon, even though it may look like regular English. റെഗുലർ ഇംഗ്ലീഷിനൊക്കെ പോലെ നമുക്ക് മാത്സിലുള്ള പല ടേംസിനെയൊക്കെ തോന്നുമെങ്കിലും അതെന്താണ്, അത് ചില ടെക്നിക്കൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പൊ നമ്മള് എന്താ പറയാ, മാത്സിൽ ഇപ്പൊ നമ്മൾ പൈ എന്ന് പറയും അല്ലെ, പൈ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പൈ ഒരു ഇംഗ്ലീഷ് ടേമിനൊക്കെ പോലെ നമുക്ക് തോന്നുമെങ്കിലും എന്താണ്, അത് ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ് ആണ്. മാത്തമെറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ വേർഡ് ആണ് പൈ എന്ന് പറയുന്നത്. Next, some of the strategies used to teach the mathematics content areas. എന്നൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. സാമ്പിൾ ഫ്രയർ മോഡൽ ഫോർ ഇല്ലുസ്ട്രേറ്റിംഗ് കൺസെപ്റ്റ്. The definition for a concept is given with various illustration. അതായത് പ്രധാനമായിട്ടും മാത്സ് അല്ലേ നമ്മൾ ടീച്ച് ചെയ്യുന്നത്. മാത്സ് നമ്മൾ എപ്പോഴും ടീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് റീഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ പറഞ്ഞു കൊടുത്തിട്ടോ കാര്യമില്ല. നമ്മൾ എപ്പോഴും അതിനെ എന്താണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം അല്ലെ. കുട്ടികൾക്ക് വേരിയസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്ത കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പെരിമീറ്റർ ഓഫ് ദ എനി ഷേപ്പ് അല്ലെങ്കിൽ ഏരിയ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടും എന്താണ് പെരിമീറ്റർ, നമ്മളൊരു ഔട്ടർ ആ ഒരു ബൗണ്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ഔട്ടർ ലെങ്ത് ആണ് പെരിമീറ്റർ എന്നുള്ളത് കുട്ടികൾക്ക് നമുക്ക് പല എക്സാംസിലൂടെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കാം, നമ്മളുടെ ബ്ലാക്ക് ബോർഡിന്റെ ഔട്ടർ ലെങ്ത്, ഇതൊക്കെയാണ് പെരിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം അല്ലെ. ഏരിയ ആവുമ്പോൾ നമ്മള് എന്താ പറയുക, ഒരു ഗാർഡൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങളാണ് ഏരിയ. സോ കൺസെപ്റ്റിനെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് വേരിയസ് ആയിട്ടുള്ള എക്സാമ്പിൾസോട് കൂടെ, പ്രത്യേകിച്ച് മാത്സ് ആയതുകൊണ്ട് അങ്ങനെ ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനെയാണ് നമ്മൾ ചില ഫ്രയർ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെമാന്റിക് ഫീച്ചർ അനലൈസിസ് ഗ്രിഡ്. ദിസ് പ്രൊവൈഡ്സ് ഫോർ കമ്പയറിംഗ് ഫീച്ചേഴ്സ് ഓഫ് മാത്തമെറ്റിക്കൽ ഒബ്ജക്ട്സ് ബിലോങ് ടു ദ സെയിം കാറ്റഗറി. അതായത് ഇപ്പൊ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഇതൊക്കെ നമ്മൾ ഏരിയ എന്ന് പറയുന്ന സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ അതായത് സ്ക്വയർ റെക്ടാങ്കിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ ആവുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് കമ്പയർ ചെയ്ത് കുട്ടികൾക്ക് വളരെ എളുപ്പമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഇത് മാത്തമെറ്റിക്സ് ആയതുകൊണ്ടാണ് ഇത്തരം സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് സയൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് റീഡിംഗ് ദ കോണ്ടന്റ് ഏരിയാസ് ഇൻ സയൻസ്. സയൻസിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യും എന്നുള്ളത് നോക്കാം കേട്ടോ. റീഡ് ദ ഇൻഫോർമേഷൻ ഫുള്ളി റിലേറ്റഡ് ടു കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഡീറ്റെയിൽ ആയിട്ട് ആദ്യം വായിക്കാം. ഓക്കെ, ഡിസ്ക്രൈബ് ദ പ്രൊസീജിയേഴ്സ് വിത്ത് ഡയഗ്രാംസ് ടു എക്സ്പെരിമെന്റ്സ്. നമുക്കറിയാം സയൻസ് ആവുമ്പോൾ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ടാവും, എക്സ്പെരിമെന്റ്സ് ഉണ്ടാവും, ടേംസ് കൊടുത്തിട്ടുണ്ടാവും, ഒരുപാട് ഇപ്പൊ ന്യൂട്ടൺസിന്റെ ലോ പോലെയുള്ള ലോസ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യേണ്ടി വരും, റിയൽ ലൈഫ് പ്രോബ്ലംസുമായിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം സയൻസ് ആവുമ്പോൾ അഡീഷണൽ ആയിട്ട് വരും, മാത്സിന്റെ പോലെയല്ല. The text is expository in nature and highly technical. നമുക്കറിയാം വളരെ ടെക്നിക്കൽ ആയിട്ടായിരിക്കും സയൻസ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ടായിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ എങ്ങനെ നമ്മൾ അതിനെ ഡിറൈവ് ചെയ്യണം, നമ്മളൊരു ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിനെ ഇലാബറേറ്റ് ചെയ്ത് ഒരുപാട് സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഫൈനൽ സ്റ്റെപ്പിലോട്ട് എത്തുന്നത്. സോ എക്സ്പോസിറ്ററി എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആ ടെക്സ്റ്റ് ബുക്സിൽ ഉണ്ടായിരിക്കും. Skills like observing, inferring, classifying, interpreting data, comparing and contrasting, linking cause and effect, formulating conclusions, etc. are needed. നമുക്കറിയാം സയൻസ് ആണ്, ഒബ്സർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്ലാസിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുക, കമ്പയർ ചെയ്യാൻ കഴിയുക, ലിങ്ക് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ലിങ്ക് ചെയ്യേണ്ടി വരും. സോ കൺക്ലൂഷനിലോട്ട് എത്തേണ്ടി വരും. ഇത്തരം സ്കിൽസ് എല്ലാം വെരി ഇമ്പോർട്ടന്റ് ആണ് സയൻസ് പോലെയുള്ള സബ്ജക്ട്സ് പഠിക്കുമ്പോൾ. Next, instructional strategies for developing reading the content areas in science include. സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി എടുത്താൽ മതി കാര്യങ്ങളെല്ലാം. കമ്പാരിസൺ മെട്രിക്സ്, അതായത് ഡ്രോ എ ടേബിൾ വിത്ത് ആസ് മെനി റോസ് ആൻഡ് കോളംസ്. പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടേബിൾ കോളംസ് ഒക്കെ വരയ്ക്കില്ലേ,
കോളംസ് ഒക്കെ വരച്ച് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതിന്റെ ടോപ്പിക്, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ ഒരു മെട്രിക്സ് രൂപത്തിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അത് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. യൂസിങ് KWL ടെക്നിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. know what I know, what I want to know, what I want to learn എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ടെക്നിക്സ് യൂസ് ചെയ്യാം. ആന്റിസിപ്പേഷൻ ഗൈഡ്സ്. This strategy can be used before and during reading. The students are presented with some statement about the topic. They have to tick either accepting or rejecting the statement. ഒരുപാട് മെത്തേഡ്സ് നമുക്ക് സയൻസിൽ യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നിങ്ങളത് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, റിജക്ട് ചെയ്യുമെങ്കിൽ റോങ് മാർക്ക് കൊടുക്കുക എന്നുള്ള ചില മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. റീഡിങ് ടെക്സ്റ്റ് കാർഡ്സ്, ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ട്രൂ ഓർ ഫാൾസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എഗ്രി ചെയ്യുന്നു ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ്സ് കൊടുക്കാറുണ്ട്. മാച്ചിങ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അസേർഷൻ റീസണിങ് കൊടുക്കാറുണ്ട്. ഇത് അസേർഷൻ കറക്റ്റ് ആണോ, റീസൺ കറക്റ്റ് ആണോ, അസേർഷൻ കറക്റ്റ് ആയിട്ട് റീസൺ റോങ് ആണോ, അങ്ങനത്തെ പല ഗൈഡ് ലൈൻസും പല ഗൈഡ്സും നമുക്ക് സയൻസ് ആവുമ്പോൾ ഇൻ അഡീഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. യൂസിങ് ദ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഗിവൺ പാസേജ് ടെക്നിക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫാൾസ്, അഗ്രി ഓർ ഡിസഗ്രി, ഇത്തരം കാര്യങ്ങൾ, മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മൾ സയൻസിൽ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് റീഡിംഗ് ദ കോണ്ടന്റ് ഏരിയാസ് ഇൻ സോഷ്യൽ സ്റ്റഡീസ്. നമ്മൾ മാത്സിന്റെ കാര്യം പറഞ്ഞു, സയൻസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് ആവുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം? ഫസ്റ്റ് വൺ, യൂസ് എക്സ്പോസിറ്ററി സ്ട്രക്ചർ. നമുക്കറിയാം സോഷ്യൽ സ്റ്റഡീസ് ആണ് വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ. അതുകൊണ്ട് തന്നെ ഒരു വാലും തുമ്പും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ എപ്പോഴും എക്സ്പോസിറ്ററി സ്ട്രക്ചർ യൂസ് ചെയ്യണം, എസ്പെഷ്യലി സോഷ്യല്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നോട്ട് ദാറ്റ് മച്ച് ടെക്നിക്കൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും സോഷ്യൽ സ്റ്റഡീസിൽ ഉണ്ടായിരിക്കില്ല അല്ലെ. ഇപ്പൊ പറയുന്ന പോലെ ഇക്വേഷൻസോ പ്രോബ്ലം സോൾവിങ്ങോ ഒന്നും ആയിരിക്കില്ല. അപ്പൊ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കോണ്ടന്റ് ഏരിയാസ് അവർക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. തിങ്ക്, പെയർ ആൻഡ് ഷെയർ ഇസ് എ ക്ലാസ് റൂം സ്ട്രാറ്റജി ഫോർ ഡെവലപ്പിംഗ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സ്ട്രാറ്റജിയാണ്. തിങ്ക്, പെയർ ആൻഡ് ഷെയർ അല്ലെ. നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുക, നമ്മളൊരു പെയർ ആക്കി മാറ്റുക, കുട്ടികളെ പെയർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുക, എന്നിട്ട് ഗ്രൂപ്പായിട്ട് അവർ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരത് ഇതിനെ ഷെയർ ചെയ്യുക. ഇത് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഈ ഒരു സ്ട്രാറ്റജി. ടീച്ചർ പുട്ട് ഫോർത്ത് എ ക്വസ്റ്റ്യൻ ടു ദ എൻറ്റയർ ക്ലാസ് റൂം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, അവസാനം ആ ഒരു പെയറിങ്ങും ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യുക, ആ ഒരു എൻറ്റയർ ക്ലാസ് റൂമിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക. സ്റ്റുഡൻസ് ആർ പെയർഡ്, റൈറ്റ് ദെയർ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഷെയർ വിത്ത് വൺസ് പാർട്ട്നേഴ്സ്. അതായത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കുട്ടികൾക്ക് പെയർ ആയിട്ട് എന്താണ് അവർക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് ഗ്രൂപ്പ് വൈസ് ആയിട്ട് എഴുതിയിട്ട് അതിനെ ഷെയർ ചെയ്യാം. One in each pair is allowed to present his or her answers to the entire class. ഇനി അവർ എഴുതിയ ഉത്തരം എന്താണോ അത് ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി വന്ന് ക്ലാസിന്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ഉത്തരം മറ്റ് എൻ്റയർ ക്ലാസ്സിനോട് കേൾപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആൻസർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. സോഷ്യൽ സ്റ്റഡീസിൽ മോർ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോസിറ്ററി ആയിട്ട് ക്ലാസ് റൂമിൽ ഒരുപാട് തിങ്ക്, പെയർ, ഷെയർ പോലെയുള്ള സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് കോണ്ടന്റ് ഏരിയാസ് കുറച്ചുകൂടെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സയൻസ് ആവുമ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. മാത്സ് ആവുമ്പോഴും നന്നായിട്ട് കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്ത് കുട്ടികൾക്ക് ഒരു കമ്പാരിസൺ ലെവൽ ഓഫ് സ്റ്റൈലിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് ഏരിയാസിലുള്ള നോളേജ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, റൈറ്റിംഗ് കോംപ്രിഹെൻഷൻ, കോണ്ടന്റ് ഏരിയാസിനെ എങ്ങനെ ഡീൽ ചെയ്യണം, തുടർന്നുള്ള എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓറൽ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെ, നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടണം. സോ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് തരാണ്. ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് വായിക്കുക, നമ്മുടെ PPTs നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതിനെ കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടെ റീഡിങ് വളരെ നന്നായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ നോക്കുക. ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യാം.
ഓക്കെ, സോ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു. താങ്ക് യു.